ആഭിജാത്യം. ആർ.എസ്. പ്രഭു നിർമ്മിച്ച ചിത്രമാണ് ആഭിജാത്യം. 1971 ജൂലൈ 12 പ്രദർശനം ആരംഭിച്ചു. കഥ, തിരക്കഥ, സംഭാഷണം തോപ്പിൽ ഭാസി. ഗാനരചന പി. ഭാസ്കരൻ. സംഗീതം എ.ടി. ഉമ്മർ. പാടിയവർ യേശുദാസ്, എസ്. ജാനകി, പി. ലീല, പി. സുശീല, അമ്പിളി, ബി. വസന്ത, അടൂർ ഭാസി, ലത. തള്ള് 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 എന്ന കോമഡി ഗാനം പ്രചുര പ്രചാരം നേടി. വൃശ്ചിക രാത്രിതൻ, ചെമ്പക പൂങ്കാവനത്തിലെ, മഴമുകിൽ ഒളിവർണ്ണൻ എന്നീ ഗാനങ്ങൾ സംഗീത പ്രേമികളുടെ ഇഷ്ടഗാനങ്ങളായി മാറി. അഭിനയിച്ചവർ മധു, തിക്കുറിശ്ശി, എസ്. പി. പിള്ള, അടൂർ ഭാസി, ശങ്കരാടി, രാഘവൻ, ശാരദ, കവിയൂർ പൊന്നമ്മ, സുകുമാരി, ഫിലോമിന, കെടാമംഗലം അലി, ജൂനിയർ ഷീല, വീരൻ, മെറ്റിൽഡ, വിജയഭാനു, കണ്ണൂർ രാജം, മാസ്റ്റർ ബബുലു, മാസ്റ്റർ ശേഖർ, മാസ്റ്റർ ബാബു, രാമൻകുട്ടി, കൃഷ്ണൻകുട്ടി, സത്യപാലൻ നായർ എന്നിവർ. ഛായാഗ്രഹണം എ. വെങ്കിട്ട്. സംവിധാനം എ. വിൻസെൻ്റ്. ഈ കഥ ആദ്യം ചലച്ചിത്രമാക്കിയത് മറാഠിയിലായിരുന്നു. 1961 മാനിനി എന്ന പേരിൽ. ആ ചിത്രം പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ പല ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. എന്നാൽ ഒന്നിൽ പോലും മൂലകഥയുടെ ക്രെഡിറ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. ധനികനും പ്രതാപിയുമാണ് ശങ്കരമേനോൻ. മൂത്ത മകൾ ശ്രീദേവി വിവാഹിതയാണ്. അവൾ ബോംബെയിൽ താമസിക്കുന്നു. രണ്ടാമത്തെ മകൾ മാലതി സംഗീത പ്രേമിയാണ്. ഒരു അനുജൻ മാലതിക്കുണ്ട്, ചന്ദ്രൻ. അതിന് താഴെ ഒരു അനുജത്തി സുമം. മാധവൻ എന്ന ഒരനാഥൻ. അവന് താമസവും ഭക്ഷണവും ചിലവുകളും എല്ലാം മേനോൻ്റെ ഔദാര്യമാണ്. അവൻ ആ ഔദാര്യത്തിൽ തന്നെ സംഗീതത്തിൽ ബിരുദം നേടി. മേനോൻ മാധവനോട് മാലതിയെ സംഗീതം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പഠനം തുടരവേ മാലതി മാധവനെ പ്രണയിക്കാൻ തുടങ്ങി. അവൾ അത് തുറന്നു പറഞ്ഞു. മാധവനും അവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ തൻ്റെ നില അറിയാവുന്ന മാധവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പോന്നു. സംഗീത ബിരുദം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവിടെ നിന്നാൽ തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമോ എന്നവൻ ഭയന്നു. അവൻ വേറെ താമസിച്ച് ജോലി അന്വേഷിക്കാൻ പോവുകയാണെന്ന് മേനോനോട് പറഞ്ഞു. മാധവൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ മാലതി അമ്മയോട് താൻ മാധവനെ അല്ലാതെ വിവാഹം കഴിക്കുകയില്ലെന്ന് അറിയിച്ചു. വിവാഹത്തിന് മുന്നേ മകൾ പിഴച്ചു പോയെന്ന് തെറ്റിദ്ധരിച്ച അവർ മേനോനോട് മാലതി മാധവൻ വിവാഹം നടത്തിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ മേനോൻ ലളിതമായി അത് നടത്തി. എന്നാൽ ചിലർ അപമാനകരമായി സംസാരിക്കുന്നത് അറിഞ്ഞ് മാധവനും മാലതിയും വീട് വിട്ടിറങ്ങി. ഗ്രാമത്തിലുള്ള മാധവൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് അവർ എത്തി. ജോലി തേടി. എന്നാൽ ജോലി ലഭിച്ചില്ല. സുഹൃത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും മോശം. അതുമൂലം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അവിടം വിട്ടു. പിന്നീട് മാധവൻ്റെ അപ്പൂപ്പനിൽ നിന്നും മാധവന് ലഭിച്ച മലയോര ഗ്രാമത്തിലെ ഒരു വീട്ടിലേക്കാണ് പോയത്. ഗ്രാമവാസികളുടെ സഹായത്തോടെ വാസയോഗ്യമാക്കി ആ വീട് മാറ്റി. അവിടുത്തെ ആ ചെറിയ വീട്ടിൽ തന്നെ അവർ താമസവും ആരംഭിച്ചു. അടുത്ത സ്കൂളിൽ ക്രാഫ്റ്റ് അധ്യാപകനായി ജോലി ലഭിച്ചു. പറമ്പ് വൃത്തിയാക്കി കൃഷി ആരംഭിച്ചു. മാലതിയുടെ നിർദ്ദേശപ്രകാരം സംഗീത വാസനയുള്ള ഗ്രാമത്തിലെ കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനും തീരുമാനിച്ചു. അനുജത്തിയുടെ വിവാഹമാണെന്നറിയിച്ച് മാലതിയുടെ അമ്മയുടെ ക്ഷണക്കത്ത് വരുന്നു. എന്നാൽ അവിടെ വിവാഹത്തിന് പങ്കെടുക്കാൻ പോയപ്പോൾ മാലതിയുടെ ചേച്ചിയിൽ നിന്നും അപമാനകരമായ പ്രവൃത്തികളാണ് ഉണ്ടായത്. അതോടെ മാധവനും മാലതിയും തിരിച്ചു പോന്നു. മാനസികമായി തകർന്ന അമ്മ മരിക്കുന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ മാലതിയുടെ വീട്ടിലെ വാതിലിൽ ആരോ മുട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ അമ്മ. സന്തോഷത്തോടെ മാലതി അമ്മയെ സ്വീകരിച്ചു. വിശക്കുന്നു എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭക്ഷണം നൽകി. ഇനി നിനക്ക് മാത്രമേ എന്നെ കാണാനാകൂ എന്നും അവർ പറഞ്ഞു. ഈ സമയം അവിടേക്ക് ഒരു സങ്കട വാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞ് മാധവനും തനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് മാലതിയും പറയുന്നു. അച്ഛൻ അയച്ച കമ്പി മാധവൻ മാലതിക്ക് നൽകി. അതിൽ അമ്മ മരിച്ച വിവരം. അവൾ അമ്മ അകത്തുണ്ടെന്നും പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അവിടം ശൂന്യം. മാലതി ബോധരഹിതയായി വീഴുന്നു. വന്നിരുന്നത് അമ്മയുടെ ആത്മാവായിരുന്നല്ലോ. ചടങ്ങുകളെല്ലാം കഴിയുമ്പോൾ മേനോൻ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞു.
മകളോട് താൻ ചെയ്ത അനീതിയെക്കുറിച്ച് ബോധവാനാകുന്ന മേനോൻ സ്വന്തം വീട് വിട്ട് മകളോടൊപ്പം വന്ന് താമസിക്കുന്നു. അതോടെ ഈ ചിത്രം തീരുന്നു.